ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ 3 കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. 1, നഷ്ടപ്പെട്ടു പോയ ആട്. 2, നഷ്ടപ്പെട്ടു പോയ നാണയം. 3, നഷ്ടപ്പെട്ടു പോയ മകൻ. ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയ മകൻ, അതായത് ദ പാരബിൾ ഓഫ് ദ പ്രൊഡിഗൽ സൺ എന്ന് പറയുന്ന മുടിയനായ പുത്രൻ്റെ പാരബിൾ, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ടൈറ്റിൽ നഷ്ടപ്പെട്ടു പോയ മകൻ. കാര്യം ലൂക്കോസിൻ്റെ 15-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ പറ്റിയും അവർ മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതിനെ പറ്റിയും യേശു ക്രിസ്തു 3 ഉപമകൾ പറഞ്ഞു. അപ്പോൾ ഈ 3ഉം ഒരുമിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതാണ്. ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയ മകൻ, അവനോട് ദൈവം കാണിക്കുന്ന സ്നേഹം എന്തുമാത്രം വലുതാണ് എന്നാണ് പറയുന്നത്. അതിനകത്ത് പല പാഠങ്ങളുണ്ട്. എനിക്ക് ഉണ്ടായ ഒരു ചിന്തയെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് പങ്കുവയ്ക്കുന്നത്. അതായത്, മകൻ അപ്പൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഷെയർ വാങ്ങി ദൂരെയുള്ള ദേശത്ത് പോയി പൈസയെല്ലാം നഷ്ടപ്പെടുത്തിയതിന് ശേഷം ഒരു പന്നിക്കൂട്ടത്തിന് ഭക്ഷണം കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ നരകതുല്യമായ ആ ജീവിതം, യഹൂദനെ സംബന്ധിച്ച് പന്നി എന്ന് പറയുന്നത് വൃത്തികെട്ട ആനിമലാണ്. അപ്പോൾ അതിനെ തീറ്റിപ്പോറ്റേണ്ട ആ ഒരു ദൗർഭാഗ്യകരമായ സിറ്റുവേഷൻ. ആ സമയത്ത് മകൻ തൻ്റെ അപ്പനെപ്പറ്റി ആലോചിക്കുന്നു, അപ്പൻ്റെ സ്നേഹത്തെപ്പറ്റി ചിന്തിക്കുന്നു. ആ ചിന്തയുടെ ഒരു പരിണാമം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നു, അപ്പം ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഈ ചിന്ത അവന് വരാനായിട്ടുള്ള കാരണം എന്താണ്? പല ആൾക്കാരും വീട്ടിൽ നിന്നോ ദേശത്തു നിന്നോ ഒക്കെ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ നാട് വിട്ടു പോവുകയോ ഒക്കെ ചെയ്തതിന് ശേഷം മടങ്ങി വരുന്നത് ചുരുക്കമാണ്. പക്ഷെങ്കിൽ ഈ മകൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ അപ്പനെ പറ്റിയും അപ്പൻ്റെ സ്നേഹത്തെപ്പറ്റിയും ചിന്തിക്കുവാൻ ഉണ്ടായ കാരണം എന്താണ്? അത് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവവചനം പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനം നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹത്തെപ്പറ്റി നമ്മളുടെ അടുക്കൽ നമ്മുടെ ഈ ലോകത്തുള്ള പിതാക്കന്മാർ, ഈ ലോകത്തിലുള്ള സുഹൃത്തുക്കൾ, ഈ ലോകത്തിലുള്ള സൺഡേ സ്കൂൾ അധ്യാപകർ, വൈദികർ ഒക്കെയും പറഞ്ഞു തന്ന് അതിനെപ്പറ്റി നമുക്കൊരു നിശ്ചയം, ബോധ്യം, കൺവിക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു താൽക്കാലികമായിട്ട് നമ്മൾ ദൈവത്തെ മറന്നുപോയാലും ഒരു വിഷമസന്ധിയിൽ, പ്രയാസഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെപ്പറ്റി ചിന്തിക്കും. ആ ദൈവസ്നേഹത്തെ മനസ്സിലാക്കി ആ ദൈവസ്നേഹത്തെ പറ്റിയുള്ള ചിന്ത മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. അപ്പം ആ ഒരു ചിന്തയാണ് എനിക്കിതിനകത്തുനിന്ന് ഉണ്ടായത്. സങ്കീർത്തനം 119-ന്റെ 9-ാം വാക്യം, ഒരു ബാലൻ നല്ല വഴിയിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരമായിട്ട് സങ്കീർത്തനം എഴുതിയ വ്യക്തി തന്നെ പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തെ പറ്റിയുള്ള ചിന്ത. അതെങ്ങനെയാണ് വ്യക്തമായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരു ബാലൻ തൻ്റെ വഴി ഏതിനാൽ വെടിപ്പാക്കും? നിൻ്റെ പ്രമാണങ്ങൾ അല്ലയോ? അപ്പം പ്രമാണം ആചരിക്കുമ്പോൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ബാലൻ നല്ല വഴിയിൽ നടക്കും, അല്ലെങ്കിൽ ബാലൻ നടക്കുന്ന വഴി നല്ലതാകും. എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത തോന്നിയത്, എന്നെ കുറച്ച് കുട്ടികളുടെ അടുത്ത് സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുകയും ടോപ്പിക്ക് തന്നെ ഇതായിരുന്നു, കുഞ്ഞുങ്ങൾ നല്ല വഴിയിൽ നടക്കേണ്ടതായിട്ടുള്ള കാരണം. ആ വിഷയത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ കഥയാണ്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് ദ പാരബിൾ ഓഫ് ദ സോവർ. ഈ വിത്തെറിയുമ്പോൾ, ദൈവവചനം നമ്മുടെ മനസ്സിലേക്ക് എറിയുമ്പോൾ നമ്മുടെ ഹൃദയം നല്ലതായിട്ട് നിലം സൂക്ഷിക്കുക. സോഫ്റ്റൻ അവർ ഹാർട്ട്സ്, humble yourself so that the seeds can actually take root and grow into a beautiful plant. അപ്പോൾ ദൈവസ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനും ഏത് സമയം ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാനായിട്ടുള്ള ആ ദൈവത്തിൻ്റെ ആ ഓപ്പൺ ഇൻവിറ്റേഷൻ നമുക്ക് അത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ ഇടർച്ചകളും വിഷമങ്ങളും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുവാനായിട്ടുള്ള ആ വലിയ ഇൻവിറ്റേഷൻ എപ്പോഴും ഓപ്പണാണ്. മടങ്ങി വരാം. ഈ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ അപ്പൻ, സ്വർഗസ്ഥനായ പിതാവ്, മകൻ മടങ്ങി വരുമ്പോൾ രണ്ട് കൈയും തുറന്ന് മകനെ സ്വീകരിക്കുകയും രാജകീയ വേഷങ്ങൾ ധരിപ്പിക്കുകയും അദ്ദേഹത്തിനെ സ്വന്തം കുടുംബത്തിലേക്ക് വീണ്ടും സ്വീകരിക്കുകയും ചെയ്തതുപോലെ നമുക്കും ഏതെങ്കിലും സമയത്ത് വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനം എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം തുടരാം. അതിനായി എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.